ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ പ്രമീസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് റവ കൊണ്ടുള്ള ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇത് ഒരേ ഒരു കപ്പ് റവ കൊണ്ട് മാത്രം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റവ കൊണ്ടുള്ളൊരു റവ ബോൾസാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മളിത് റവ ബോൾസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 സ്പൂണ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതേ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി റവ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂണ് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവുമാണ്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് റവ ബോൾസ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമ്മളിതേ നെയ്യും കൂടെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട. അതേ കണ്ടില്ലേ, ഇതുപോലെ ഈ പരുവത്തിലായിരിക്കണം വേണ്ടത്. എങ്കിലാണ് നമ്മൾ റവ ബോൾസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പെട്ടെന്ന് ഉരുട്ടിയെടുക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ റവയെല്ലാം നന്നായിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ കണ്ടില്ലേ, ഒട്ടും അധികം വെള്ളമില്ലാതെ എന്നാൽ നന്നായിട്ടത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുഴയ്ക്കുന്നതിന് മുമ്പ് കയ്യിൽ നെയ്യൊന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഈ നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് കട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമ്മൾ നല്ലതുപോലെ സോഫ്റ്റായിട്ട് തന്നെ റവ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ മാവ് എടുത്തിട്ട് റവ എടുത്തിട്ട് ചെറിയ ചെറിയ ബോളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. നമ്മൾ ബോളായിട്ട് ഉരുട്ടിയെടുക്കുന്നതിന് മുമ്പ് കയ്യിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. നമ്മൾ റവ ഉരുട്ടുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദേ ഇതുപോലുള്ള ബോളായിട്ടാണ് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിനി ഇതിനേക്കാളും ചെറുതായിട്ട് ഉരുട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റവയെല്ലാം നല്ലതുപോലെ ഇതുപോലെ ബോളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ടില്ലേ, റവ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കടുക് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി കടുക് പൊട്ടിക്കാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ വെളുത്ത എള്ള് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് നേരം ഇളക്കി കൊടുത്ത് കരിയിക്കേണ്ട. ഇനി അതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് പൊട്ടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് ചതച്ച വറ്റൽമുളകാണ്, ക്രഷ്ഡ് ചില്ലി, അതിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് കായം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂണ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള റവ ബോൾസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എന്നിട്ട് ഒരു മിനിറ്റ് നേരം നമുക്കത് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. 1 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ ബോൾസ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരു കപ്പ് റവ കൊണ്ട് മാത്രം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള റവ ബോൾസാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ.